നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രീരാമ അവതാരത്തെക്കുറിച്ച് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത് സൂര്യവംശത്തിലാണ്. രഘുവംശം. രഘു സൂര്യൻ്റെ ഒരു പര്യായ പദമാണ് അല്ലേ. അപ്പോൾ ഇക്ഷ്വാകു വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിൽ നിന്നുമാണ് സൂര്യവംശം തുടങ്ങുന്നത്. ചന്ദ്രവംശമുണ്ട് അതുപോലെ. അത് തുടങ്ങുന്നത് ചന്ദ്രൻ്റെ പുത്രനായ ബുധനിൽ നിന്നുമാണ്. അപ്പോൾ അതുപോലെ സൂര്യവംശത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ പോവുകയാണ്. ഒരുപാട് രാജാക്കന്മാർ ശ്രീരാമന് മുന്നേ ഈ വംശത്തിൽ പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടക്കം ഇക്ഷ്വാകുവിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് കാകുൽസ്ഥൻ, നിമി, അംബരീഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവസാനം രഘു, അജൻ, ദശരഥൻ. അങ്ങനെ ദശരഥൻ്റെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത്. അപ്പോൾ ശ്രീരാമനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമുക്ക് ദശരഥനെക്കുറിച്ച് കുറച്ച് കേൾക്കാം. ദശരഥൻ്റെ രാജസ്ഥാനം അയോധ്യ എന്ന നഗരിയായിരുന്നു. അപ്പോൾ ഈ ദശരഥൻ്റെ ശരിക്ക് പേര് ദശരഥൻ എന്നായിരുന്നില്ല, നേമി എന്നായിരുന്നു ദശരഥൻ്റെ നാമം. നേമിയെ പിന്നെ എന്താ ദശരഥൻ എന്ന് വിളിക്കാൻ കാരണം? ഒരിക്കൽ ദേവേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ശംബരൻ എന്ന അസുരനുമായിട്ട് ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8 ദിക്കുകളിലും ആകാശത്തും ഭൂമിയിലും അങ്ങനെ എല്ലാ ദിശകൾ, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, പിന്നെ ആകാശവും ഭൂമിയും, അങ്ങനെ 8 + 2 എത്രയായി? 10 അല്ലേ. അപ്പോൾ ദശ എന്ന് വെച്ചാൽ 10. അപ്പോൾ ദിശകളിലും ഒരേ സമയത്ത് തൻ്റെ രഥം നയിച്ച് അസുരനെ നിഗ്രഹിച്ചത് മൂലമാണ് ഈ നേമിക്ക് ബഹുമാനപൂർവം ദേവേന്ദ്രൻ നൽകിയ പേരാണ് ദശരഥൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, ഈ എല്ലാ ദിക്കിലോട്ടും ഒരേ സമയം എന്ന് വെച്ചാൽ അത്രയും സ്പീഡായിരുന്നു. അപ്പോൾ ഒരു നിപുണൻ്റെ ഏത് മേഖലയിലായിക്കോട്ടെ നമ്മളുടെ വൈദഗ്ധ്യം കാണിക്കാൻ സ്പീഡ് ഒരു പ്രധാന ഘടകമാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള ആ സാമർഥ്യത്തിൽ അദ്ദേഹം അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ വിജയകരമായി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ദിക്കിലേക്കും ഒരേ സമയമാണ് രഥം ഓടിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ കൊടുത്ത പേരാണ് ദശരഥൻ. ദശരഥന് പത്നിമാർ 3 ഉണ്ടായിരുന്നു. കോസല രാജ്യത്തിലെ കൗസല്യ, കേകയ രാജകന്യകയായ കൈകേയി, കാശി രാജ നന്ദിനിയായിട്ടുള്ള സുമിത്ര, അങ്ങനെ 3 പത്നിമാരായിരുന്നു. അങ്ങനെ കൗസല്യയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി. ശാന്ത എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ തൻ്റെ ബന്ധുവും സുഹൃത്തുമായിരുന്ന ഒരു രാജാവുണ്ട്, ലോമപാദൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം ഇങ്ങനെ വന്ന് പറയും. അപ്പോൾ ഈ വളരെ ശുദ്ധഹൃദയനായിട്ടുള്ള സ്നേഹനിധിയായിട്ടുള്ള സുഹൃത്തായിരുന്നു ആര്? ദശരഥൻ. അപ്പോൾ ദശരഥൻ എന്താ വിചാരിക്കുന്നത്? തനിക്ക് ഇനിയും കുട്ടികൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വിഷമം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ പുത്രിയാരാ ശാന്ത, ആ ശാന്തയെ ദശരഥൻ ലോമപാദനെ ദാനം ദത്തായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ പിന്നീട് ദശരഥന് കുട്ടികളുണ്ടായില്ല. വളരെ കാലം സന്താനമില്ലാതെ ദുഃഖിച്ച് കഴിയായിരുന്നു ദശരഥൻ. ഒടുവിൽ ഋഷ്യശൃംഖനെ കൊണ്ട് ശ്രേഷ്ഠമായ പുത്രകാമേഷ്ടി യാഗം നടത്തി. അതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഋഷ്യശൃംഖനും ദശരഥനും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു മകളുണ്ടായ കാര്യം. ആ ശാന്തയുടെ ഭർത്താവാണ് ഋഷ്യശൃംഖൻ. അപ്പോൾ ശാന്ത പിന്നീട് ഋഷ്യശൃംഖൻ എന്ന
മുനിയുടെ പത്നിയാവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഋഷ്യശൃംഗ വളരെ ശ്രേഷ്ഠനും തപസ്വിയായ മുനിയായതുകൊണ്ട് അദ്ദേഹം യാഗം നടത്തിയിട്ടാണ് പിന്നീട് കുട്ടികളുണ്ടാവുന്നത്. ആർക്ക്? ദശരഥന്. ഇതിനിടയിലൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നല്ലേ ഈ ജയവിജയന്മാരുടെ കാര്യം. ശാപം കിട്ടി ജയവിജയന്മാർ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് ജനിച്ച കാര്യം, നരസിംഹാവതാരം എടുത്ത കാര്യം, വരാഹാവതാരം എടുത്ത കാര്യം, അവരെ വധിച്ചതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ ഒരു ജന്മം അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 3 ജന്മം വേണം ആകെ. ഇനി രണ്ടാമത് അവർ ജന്മം എടുക്കാൻ പോവുകയാണ്. അത് പുലസ്ത്യപുത്രനായ വിശ്രവസ് മുനിയുടെ പുത്രന്മാരായി കൈകസി എന്ന രാക്ഷസ സ്ത്രീയിലെ രാവണനായും കുംഭകർണനായിട്ടും ജന്മം സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ട് വലിയ വരബലമൊക്കെ ഉണ്ട് ഈ രാവണനും കുംഭകർണനും. എന്നിട്ട് വരം കിട്ടിക്കഴിഞ്ഞാൽ രാക്ഷസർ പതിവ് പോലെ എന്താ തുടങ്ങുക? ലോകപീഡനം ചെയ്യാൻ തുടങ്ങും അല്ലേ. 10 തലകളോട് കൂടിയ രാവണൻ എന്നാണ് പറയുക. ഈ 10 തലകൾ ലിറ്ററലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ എടുക്കണം? അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്, ബുദ്ധി വൈഭവത്തിലാണ് 10 തലയാണെന്ന് പറയാം. അതേപോലെ തന്നെ ശക്തിയിലും ഒരു മനുഷ്യനായിട്ടോ ഒരു രാക്ഷസനായിട്ടോ ഒന്നും നമുക്ക് രാവണൻ്റെ ശക്തി കണ്ടാലോ ബുദ്ധി കണ്ടാലോ തോന്നില്ല. ഒരുപാട് കൂടുതലാണ്, ഒരുപാട് ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ 10 തലയുള്ള എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പരമശിവനിൽ നിന്നും ചന്ദ്രഹാസം എന്ന വിശിഷ്ടമായ വാളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രഹാസം പരമശിവനെ പ്രീതിപ്പെടുത്തിയിട്ട്, അതായത് കൈലാസ മലയിൽ പോയി തപം ചെയ്ത് 20 കൈകൾ കൊണ്ട് പർവ്വതം എടുത്ത് പൊക്കി പരമശിവനെ പ്രീതിപ്പെടുത്തി എന്നൊക്കെ കഥ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ്. പിന്നെ ബാലി എന്ന വാനര അധിപനായിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു രാവണനെ. അങ്ങനെ ഒരുപാട് ത്രിഭുവനങ്ങളിലും ദശകണ്ഠ രാവണനെ ജയിക്കാൻ ആരുമില്ല എന്നാണ് പറയുക. അപ്പോൾ ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരവും ഭൂമിദേവിക്ക് വർദ്ധിച്ചു. ആ അവസരത്തിൽ രാവണ കുംഭകർണാദി രാക്ഷസ പരുഷകളെ നിഗ്രഹിച്ച് ലോകത്തിന് മുഴുവൻ സുഖം പ്രദാനം ചെയ്യാനാണ് വിഷ്ണു ഭഗവാൻ ആരായിട്ട് അവതരിക്കണത്? ശ്രീരാമനായിട്ട് അവതരിക്കണേ. ഇനി നമുക്ക് തിരിച്ചു പോവാം. എവിടെയാണ്? ഈ ദശരഥൻ യാഗം നടത്തി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ യാഗത്തിൽ നിന്നുള്ള പ്രസാദമായി കിട്ടിയ പായസം ഭക്ഷിച്ച് എന്നാണ് കഥയിൽ പറയുക. ആ പായസം ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും. കൗസല്യാദേവി, കൈകേയി ദേവി, സുമിത്രാദേവി. അവർക്ക് യഥാക്രമം ആരൊക്കെ ഉണ്ടാവുക? കൗസല്യാദേവിക്ക് ശ്രീരാമൻ, കൈകേയി ദേവിക്ക് ഭരതൻ, സുമിത്രാദേവിക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ഉണ്ടായി. അങ്ങനെ ബാല്യം ഒക്കെ കഴിഞ്ഞ് 4 പേരും കൗമാരപ്രായത്തിലെത്തി. വസിഷ്ഠൻ അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും നൽകി. രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും തമ്മിലായിരുന്നു കൂട്ട്. ഇപ്പോൾ ലക്ഷ്മണൻ അനന്താംശമാണെന്നാണ് പറയുക. അനന്തൻ, പാമ്പ്. നമ്മൾ മഹാവിഷ്ണു ശയിക്കുന്ന ഒരു പാമ്പിനെ കണ്ടിട്ടില്ലേ? അതിൻ്റെ അംശമാണ് ലക്ഷ്മണൻ. ഭരത ശത്രുഘ്നന്മാർ ഭഗവാന്റെ ശംഖ് ചക്ര പത്മങ്ങളുടെ അംശം കൊണ്ടുമാണ് അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ രാജധാനിയിൽ വന്ന് തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി, അതായത് യാഗം ചെയ്യാൻ പറ്റണില്ല, ഈ അസുരന്മാരുടെയും രാക്ഷസരുടെയൊക്കെ ഉപദ്രവം കാരണം യാഗം ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രനെ അയച്ചു കൊടുക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ടു. ഒരു ദിവസം വന്നിട്ടേ, ദശരഥനാണെങ്കിലോ ഭയങ്കര പുത്രവാത്സല്യമാണ്. പ്രത്യേകിച്ച് ശ്രീരാമനോട് ഭയങ്കര വാത്സല്യം കൂടുതലാണ്. കുട്ടിയെ അയച്ചു കഴിഞ്ഞാൽ രാക്ഷസർ ഉപദ്രവിക്കുമോ, കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അതൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനാണ്, ആശങ്കയാണ് ദശരഥന്. പക്ഷേ വിശ്വാമിത്ര മഹർഷിയോട് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം കോപത്താൽ മഹർഷി എങ്ങാനും ശപിച്ചു പോയാലോ, അപ്പോൾ അതും ഒരു പ്രശ്നമല്ലേ. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ദശരഥൻ വിശ്വാമിത്ര മഹർഷിയുടെ മുന്നിൽ. മഹർഷിയുടെ ശാപം ഭയന്ന് അദ്ദേഹം
എന്തായാലും മകനെ ശ്രീരാമനെ വിട്ടു നൽകാം എന്ന് സമ്മതം നൽകി. അതനുസരിച്ച് രാമലക്ഷ്മണന്മാർ ആയുധമൊക്കെ ധരിച്ച് മഹർഷിയുടെ കൂടെ യാത്രയായി. വനത്തിൽ വെച്ച് താടക എന്ന ഒരു ഭയങ്കര രാക്ഷസിയെയൊക്കെ രാമൻ വധിക്കുന്നുണ്ട്. അനന്തരം യാഗം മുടക്കിക്കൊണ്ടിരിക്കുന്ന മാരീച സുബാഹു എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസരെ അല്ലെ സുബാഹുവിനെ വധിച്ചു. മാരീചൻ ഓടിപ്പോയി. അങ്ങനെയൊക്കെ അവിടെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിശ്വാമിത്രന് ഭയങ്കര സന്തോഷമാവും. പല ദിവ്യാസ്ത്ര വിദ്യകളും രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ചും കൊടുക്കും. അങ്ങനെ യാഗമൊക്കെ കഴിഞ്ഞ് രാജകുമാരന്മാരോടുകൂടി പിന്നീട് എവിടെ പോയത്? ജനക രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അവർ യാത്ര തിരിച്ചത്. അവിടെ ജനക മഹീപതിയുടെ പുത്രിയായിട്ടുള്ള സീതയുടെ സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വയംവരം എന്താണെന്നൊക്കെ അറിയില്ലേ? കൊച്ചുകുട്ടികൾക്ക് ചിലവർക്ക് അറിയാത്തതുണ്ടാവും. അതുകൊണ്ട് പറയാണ്, വധു സ്വയം തിരഞ്ഞെടുക്കുക അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന്, അതായത് രാജാക്കന്മാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരിൽ നിന്ന് സ്ത്രീയാണ്, ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ ത്രയംബകം എന്ന ശൈവചാപം, ശിവൻ നൽകിയിട്ടുള്ള വില്ല്, അത് ഭഞ്ജനം ചെയ്യുന്ന, അത് എടുത്ത് വില്ല് കൊലയ്ക്കണം, അത് ചെയ്യുന്ന ആ രാജകുമാരനായിരിക്കും അല്ലെങ്കിൽ രാജാവിനായിരിക്കും സീതയെ വിവാഹം ചെയ്തു കൊടുക്കുക. അതായിരുന്നു പന്തയം. പല രാജാക്കന്മാരും വന്ന് പരീക്ഷിച്ചു, പരാജയപ്പെട്ടു, നിരാശരായി മടങ്ങിപ്പോയി. ഇപ്പോൾ രാമൻ അവിടെ എത്തിയിട്ടുണ്ട്. രാമൻ അത് നിഷ്പ്രയാസം വളരെ ഭക്തിയോടുകൂടി ശൈവചാപത്തിൻ്റെ അടുത്തേക്ക് വന്നു. വളരെ ബഹുമാനത്തോടു കൂടി അത് എടുത്തു, കുലച്ചു, അത് പൊട്ടുകയാണ് ചെയ്തത്. 8 ദിക്കും ഞെട്ടുമാറ് ശബ്ദമായിരുന്നു. അങ്ങനെ ശ്രീരാമനെ സീതയെ ഭാര്യയായി ജനക മഹാരാജാവ് നൽകി. ആ സദസ്സിൽ വെച്ചിട്ട് തന്നെ സീതയ്ക്ക് 3 അനിയത്തിമാരുണ്ട്. അപ്പോൾ അതാരൊക്കെയാണ്? ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമനും 3 അനിയന്മാരുണ്ട് അല്ലേ? അങ്ങനെ 4 പേരും വിവാഹം കഴിച്ചു. അവർ അയോധ്യയിലേക്ക് മടങ്ങി സസുഖം ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനുമായി ആലോചിച്ച് മൂത്ത പുത്രനായ ശ്രീരാമഭദ്രനെ പട്ടാഭിഷേകം നിശ്ചയിച്ചു. അതായത് അടുത്ത രാജാവ് ആരാണ്? ശ്രീരാമനെ ആക്കാമെന്ന് നിശ്ചയിച്ചു. എല്ലാവർക്കും ആ തീരുമാനത്തിൽ വളരെ സന്തോഷം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് കൈകേയിക്ക്. പക്ഷേ എന്താ സംഭവിച്ചത്? കൈകേയിയുടെ കൂടെ മന്ധര എന്ന് പറഞ്ഞിട്ടൊരു ദാസി ജീവിച്ചിരുന്നു, താമസിച്ചിരുന്നു. അപ്പോൾ അവരുടെ പ്രേരണയാലായിരിക്കാം കൈകേയിയുടെ ബുദ്ധി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി. അപ്പോൾ കൈകേയിക്കാണെങ്കിൽ ദശരഥൻ പണ്ട് 2 വരം നൽകിയിട്ടുണ്ടായിരുന്നു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഇതുപോലെ ദേവേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി ദശരഥൻ പോകുന്ന പതിവുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് രഥത്തിൻ്റെ ചക്രം വീഴാൻ സാധ്യതയുണ്ടായി. അതായത് അതിൻ്റെ ആണി തെറിച്ചു പോവാൻ സാധ്യതയുണ്ടായപ്പോൾ ആണി തെറിച്ചു പോയി. ആണിക്ക് പകരം വിരൽ വെച്ചു കൊടുത്തു. ആര്? കൈകേയി. അങ്ങനെ കൈകേയിയുടെ ആ പ്രവൃത്തി മൂലമാണ് അന്ന് യുദ്ധത്തിൽ ജയിക്കാൻ തന്നെ ഇടയായത്. അപ്പോൾ അതിന് പകരമായി ആ സന്തോഷത്തിൽ സന്തുഷ്ടനായിട്ട് ദശരഥൻ പറഞ്ഞതാണ്, നിനക്ക് 2 വരം ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് അന്ന് പറഞ്ഞതാ. അന്ന് പക്ഷേ കൈകേയി എന്താ പറഞ്ഞത്? ഇപ്പം എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ വേണ്ട സമയത്ത് അത് ചോദിച്ചോളാം എന്നാണ് പറഞ്ഞത്. ആ കാര്യം ഇപ്പോൾ ഓർമ്മ വന്നു. എന്ത് ചോദിക്കുന്നുവോ അത് നൽകാമെന്നായിരുന്നു അന്ന് വരം കൊടുത്തിരുന്നതേ. അപ്പോൾ ഈ സമയത്ത് കൈകേയി ആ വരങ്ങൾ ചോദിക്കുകയാണ് ദശരഥനോട്. എന്താ ചോദിച്ചത് അറിയോ? ഭരതനെ രാജാവാക്കി വാഴിക്കണം, അതാ ഒന്നാമത്തെ. രണ്ടാമത്തെയോ രാമൻ 14 വർഷം കാനനവാസം ചെയ്യണമെന്നുമായിരുന്നു ആ 2 വരങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്, വരങ്ങൾ കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു ഒരാളോട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നീട് ചോദിക്കാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുത്, കേട്ടല്ലോ. മാത്രമല്ല എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ തരാമെന്നൊക്കെ പറയാമോ? അപ്പം അതൊക്കെയാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്. അങ്ങനെ
സത്യസന്ധനായ ദശരഥ, അതായത് വാക്ക് പാലിക്കാതെ ഇരുന്ന മരണത്തിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ദശരഥ മഹാരാജാവിനെ അത് പാലിക്കാതിരിക്കാനും പറ്റിയില്ല. എന്നാൽ പ്രാണന് തുല്യം, ചിലപ്പോൾ അതിനേക്കാളും സ്നേഹിച്ചിരുന്ന ശ്രീരാമനെ വനത്തിലേക്ക് അയക്കാനും വയ്യ. അങ്ങനെ ആകെ വിഷമത്തിലായി ദുഃഖിതനായി തീർന്നു ദശരഥൻ. അപ്പോൾ സത്യലംഘനം ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഭരതനെ രാജാവായി വാഴിക്കാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാമൻ എന്തിനാണ് 14 വർഷം വനവാസം ചെയ്യുന്നത് എന്ന് കൈകേയിയോട് അദ്ദേഹം ചോദിച്ചു. പക്ഷേ കൈകേയി വഴങ്ങിയില്ല. പിടിച്ച പിടി വിടാതെ ഉറച്ചു തന്നെ നിന്നു. ആ അവസരത്തിൽ ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭരതൻ അമ്മയുടെ കൊട്ടാരത്തിൽ, അതായത് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. ശത്രുഘ്നനും ഉണ്ടായിരുന്നു ഭരതൻ്റെ കൂടെ. അപ്പോൾ ഈ തൻ്റെ ആരോമലായിട്ടുള്ള രാമകുമാരനെ എങ്ങനെയാണ് 14 വർഷം, അതും എവിടേക്കാണ് വിടേണ്ടത്? കൊടും വനത്തിലേക്കാണ് വിടേണ്ടത്. അവിടേക്കൊക്കെ എങ്ങനെ അയക്കും എന്നുള്ള ചിന്ത കാരണം ദശരഥൻ്റെ ഹൃദയം ക്രമാതീതമായി വേദനിക്കപ്പെട്ടു. ഒടുവിൽ രാമചന്ദ്രൻ തന്നെ, ശ്രീരാമൻ തന്നെ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിച്ച് കൈകേയി നൽകിയ വൽക്കലം, അതായത് തോല് ധരിച്ചിട്ട് വേണം എവിടെ പോവാൻ? വനത്തിലേക്ക് പോവാൻ. അങ്ങനെ ജനകാത്മജ സീതയെയും ലക്ഷ്മണനെയും ഒക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ശ്രീരാമൻ ആരോടും വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ശ്രീരാമൻ്റെ കൂടെ വനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ രാമൻ്റെ ഈ വനവാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. അതിനൊരു ഹേതു മാത്രമാണ്, അതിനൊരു കാരണം മാത്രമാണ് മന്ധരയിലൂടെ കൈകേയി ആയിട്ടവിടെ സംഭവിച്ചത്. അപ്പോൾ ശ്രീരാമൻ്റെ വേർപാടിന് ശേഷം ദുഃഖം സഹിക്കവയ്യാതെ ദശരഥൻ മരണപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ദശരഥന് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ ഒരു കഥയുണ്ട്, ഒരു ഉപകഥ. അത് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ദശരഥന് ഇങ്ങനൊരു വിധി ഉണ്ടായത്? എങ്ങനത്തെ വിധിയാ? മകൻ പിരിഞ്ഞു പോയ ദുഃഖത്തിലാണ് ഇത്രയും വലിയ മഹാരാജാവായിട്ടുള്ള ദശരഥൻ മരിക്കുന്നത്. അപ്പം അതിനൊരു കാരണമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിനെല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മളത് കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. 4 പുത്രന്മാരുള്ള ദശരഥൻ മരിക്കുമ്പോൾ 4 മക്കളിൽ ആരും അടുത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഈ ദുരന്തത്തിനൊക്കെ ഉള്ള കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. പിന്നീട് രാമൻ്റെ വനവാസത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അതിനടുത്ത വീഡിയോസിലും ചർച്ച ചെയ്യാം. ശരി.